വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഒരു പുതിയ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. മാക്ടെക് എന്ന ബ്രാൻഡിൽ വരുന്ന മാക്ടെക് 500 വരുന്ന 5-in-1 ചാർജിങ് സ്റ്റേഷനാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ഫോൺ, അതുപോലെ തന്നെ ആപ്പിൾ വാച്ച്, അതുപോലെ തന്നെ എയർപോഡ്സ്, നമുക്ക് 3 പ്രൊഡക്റ്റും ഒരുമിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് ചാർജിങ് സ്റ്റേഷനാണ്. ഇതിൽ നമുക്ക് 15 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടാണ് വരുന്നത്. ഫോണിന് 15 വാട്ട്, വാച്ചിന് 3 വാട്ട്സ്, അതുപോലെ തന്നെ എയർപോഡ്സിന് 5 വാട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബെഡ് ലാമ്പ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. നമുക്കൊരു ലൈറ്റിംഗ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 മോഡ്സ് വരുന്ന ഒരു ലൈറ്റിംഗ് വരുന്ന ഒരു 5-in-1 പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ കാണാം. 5-in-1ൻ്റെ 15 വാട്ട് ഫാസ്റ്റ് ചാർജറോട് കൂടിയിട്ട് വരുന്ന മാക്ടെക്കിൻ്റെ 500 എന്ന് പറഞ്ഞ മോഡൽ വരുന്ന മാഗ്നറ്റിക് ചാർജിങ് സ്റ്റേഷനാണ്. നിങ്ങൾക്ക് കാണാം, നല്ല ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ 3 പ്രൊഡക്റ്റ് നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിസേഴ്സ് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, നമ്മളെ സിസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ അൺബോക്സ് ചെയ്യണം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ യൂണിജൻ്റെ ബ്രാൻഡിങ് കാണാം, unigenlifestyle.com എന്ന്. ഇത് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെയാണ് ബോക്സിൻ്റെ ഒരു അത് വരുന്നത്. നല്ല വലിയൊരു ബോക്സാണ് കേട്ടോ. ഇത് നമ്മൾ തുറക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്ക് പ്രൊഡക്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മളെ മാക്ടെക് 500ൻ്റെ നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ മാഗ്നറ്റിക്കിൻ്റെ കോയിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും ഇങ്ങോട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ 2 കേബിൾ തന്നിട്ടുണ്ട് കേട്ടോ ഇവർ. ഇത് നമുക്ക് USB to C ടൈപ്പ് വരുന്ന 2 കേബിൾ. ഇത് C to C ആണ് വരുന്നത്. ഇത് USB to C. നമുക്ക് 2 അഡാപ്റ്ററിന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയ 2 C ടൈപ്പിൻ്റെ ചാർജേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 6 months വാറൻറ്റിൻ്റെ ഒരു വാറൻറ്റി കാർഡും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമുക്ക് വാറൻറ്റി ആക്ടിവേറ്റ് ചെയ്യാൻ ഈ റൂൾസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് വാറൻറ്റി ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്കിവിടെ യൂണിജന് മാക്ടെക് 500ൻ്റെ ബ്രാൻഡിങ് കാണാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, കണ്ടോ. നമുക്കിവിടെ ഫോണിൻ്റെ സ്റ്റാൻഡ് നമുക്കിവിടെ കാണാം. അറ്റൻഷൻ മാഗ്നറ്റിക് ചാർജിങ് സ്റ്റാൻഡ്, ഓൺലി സപ്പോർട്ട് മാഗ് സേഫ് കേസസ് ഓർ വിത്തൗട്ട് കേസസ്. പിന്നെ നമുക്കിവിടെ ആപ്പിൾ വാച്ചിൻ്റെ ഒരു ചാർജിങ്ങറും കാണാം. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് നമുക്കിവിടെ ഒരു സീറ്റ് പോർട്ടിൻ്റെ ഔട്ട്പുട്ടും USBൻ്റെ ഔട്ട്പുട്ടും കാണാം. പിന്നെ ഇതാണ് നമ്മളെ LED ലൈറ്റ് വരുന്നത്. കണ്ട് നല്ല സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുള്ള നല്ല റസ്റ്റിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കിവിടെ എയർപോഡ്സിനുള്ളൊരു ചെറിയൊരു സ്പേസ് നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ടച്ചാണ് വരുന്നത്. നമ്മൾ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ ലൈറ്റിങ് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്കിതൊന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കാം. ഈ സ്റ്റിക്കർ അങ്ങോട്ട് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് കോയിൽ നമുക്കിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ കറക്റ്റ് ഫിറ്റ് ആവുന്നുണ്ട്. ഇവിടെ മാഗ് സേഫ് വരുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇതിൽ 3Mൻ്റെ സ്റ്റിക്കർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പുറത്തുള്ള ഈ ഒരു മാഗ്നറ്റിക്കിൻ്റെ ഈ ഒരു കവറിങ് നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. ഇത് ബ്ലൂ കളറല്ല കേട്ടോ വരുന്നത്. ഈ ബ്ലൂ കളറിന് മേലെ ഒരു ചെറിയ പ്രൊട്ടക്ഷനാണ്. ഒരു സിൽവർ കളറിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. കണ്ടോ, ഈ ഒരു 3Mൻ്റെ സ്റ്റിക്കർ നൈസായിട്ട് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഫോണിൻ്റെ കേസുമ്മലാട്ടോ ഇത് ഒട്ടിക്കുന്നത്. ഡയറക്റ്റ് ഫോണിലല്ല ഒട്ടിക്കുന്നത്. കേസുമ്മ നമ്മൾ കറക്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കേട്ടോ, കറക്റ്റാണ്. നന്നായിട്ടുണ്ട് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് യൂണിജനിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഇവിടെ കാണാം. കണ്ടോ, യൂണിജനിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാം, കണ്ടോ, ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഇത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് പ്ലഗിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇവിടെ പ്ലഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നേരെ അടുത്ത് നോക്കാം. അപ്പോൾ നമ്മളെ സൈഡ് കോട്ടിൽ, അതായത് ബെഡിൻ്റെ സൈഡിൽ ഇവിടെ ആയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു 20 വോട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള കേബിളാണ് ഇത് വരുന്നത്. നമ്മളെ C ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് C ടൈപ്പിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പ്ലഗിൽ കണക്ട് ചെയ്ത് നോക്കാം. നമ്മളിവിടെ പ്ലഗിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് പ്ലഗ് വരുന്നത്. നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇവിടെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
കണ്ടോ ഫസ്റ്റ് പ്രസ്സിങ്ങിൽ ഫസ്റ്റ് ലെവൽ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, അങ്ങനെ 3 ലെവലിൽ നല്ലൊരു ഭംഗിയുള്ള ലൈറ്റിംഗ് വരുന്നുണ്ട് വൈറ്റ് കളറിൽ. ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ആകും. അപ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ഓഫ്. അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടച്ചിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. കണ്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മളെ ഫോൺ ചാർജ് ആവുന്നുണ്ടോ നോക്കാം. നമ്മളെ ഫോണിൽ നമുക്ക് ഈ ഒരു കോയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ ഗൈസ്, നമ്മളെ ഫോൺ ചാർജ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മളെ ആപ്പിൾ വാച്ച് നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ ഗൈസ്, നമ്മളെ ആപ്പിൾ വാച്ചും ചാർജ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എയർപോഡ്സ് ഇതിൽ വെച്ച് നോക്കാം. കണ്ടോ ഗൈസ്, എയർപോഡ്സ് ചാർജ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ലൈറ്റിംഗ് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഡിവൈസ് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ നമുക്കൊരു ചെറിയ ബെഡ് ലാമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബെഡ് ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, നല്ല ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വയറൊന്ന് ഹൈഡ് ചെയ്താൽ നല്ല ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് നല്ലൊരു വൃത്തിയിൽ വെക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. 3399 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഐഫോണിൻ്റെയും ആപ്പിൾ വാച്ചിൻ്റെ ഒക്കെ ചാർജേഴ്സ് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ക്യാരി ചെയ്യാതെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് 3 ഡിവൈസസ് നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ഐഫോൺ ആയാലും എയർപോഡ്സ് ആയാലും നമുക്ക് സെപ്പറേറ്റ് ചാർജ് ചെയ്യാതെ ഒരുമിച്ച് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്തായാലും നമുക്കിതിൽ ബെഡ് ലാമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് രാത്രി ഒരു ചെറിയ ഡിം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല ഫാസ്റ്റായിട്ട് 15 വാട്ടിൽ നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്